ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ദുബായ് ബാബൽ ഷാം എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ അൽ ഹദീറ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു ഡെസേർട്ട് ഏരിയയാണ്. ഇവിടേക്ക് പോകാനുള്ള റൂട്ട് കൂടി ഞാനൊന്ന് പറയാം. ഏകദേശം ദുബായിൽ നിന്നിട്ട് നമ്മൾ ഷാർജയിലേക്ക് പോകുമ്പോൾ ഖോർഫക്കാനിലേക്ക് ഉള്ള യാത്ര. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു ഏരിയയിൽ കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അവിടെ തന്നെ ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി പോകണം എന്നുള്ളതേ ഉള്ളൂ. ബാബൽ ഷാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയ അങ്ങനെ പ്രത്യേകിച്ച് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. രാത്രിയിലായതുകൊണ്ട് ആ യാത്രയ്ക്കൊരു വ്യത്യസ്തത നമുക്ക് തോന്നും. കാരണം പൊതുവേ ഔട്ട് സൈഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. പക്ഷേ ആ ഒരു ഏരിയ അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ യഥേഷ്ടമുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ള തടി കൊണ്ട് തന്നെ നിർമ്മിച്ച ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോർട്ടുകളാണ്. അപ്പോൾ ഈ കോർട്ടിനകത്ത് പരമ്പരാഗത രീതിയിലുള്ള പരവതാനികളും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് അവർ ചോദിക്കും, നമ്മുടെ ബുക്കിംഗ് അനുസരിച്ചിട്ട് നമ്മൾ ഏത് ഏരിയ ആണെന്നുള്ളത് പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഏരിയ അവർ കാണിച്ചു തരും. അപ്പോൾ ആ ഏരിയയിലേക്ക് നമുക്ക് പോയിരിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള മറ്റുള്ള ഫുഡുകളും കാര്യങ്ങളും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡ്രിങ്ക്സ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മദ്യം വേണ്ടുന്നവർക്ക് അത് കഴിക്കാം. എന്തായാലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡുകളാണ്. എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡാണ്. യഥേഷ്ടം അവരോട് ആവശ്യത്തിന് കഴിക്കുകയും എടുക്കുകയൊക്കെ തന്നെ ചെയ്യാം. അതുപോലൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഏരിയ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരിക്കണമെന്ന് മാത്രമൊന്നുമില്ല. നമുക്കവിടെ എല്ലാം ചുറ്റി നടന്ന് കാണാനുള്ള സംവിധാനങ്ങളുമുണ്ട്. എന്തായാലും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഫുഡിന് വേണ്ടി. എന്തായാലും കൊള്ളാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഈ രീതിയിൽ സെൻറ്ററിൽ കണ്ടോ, ഇത്തരത്തിലിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഈ ഒരു ഫയർ ടൈപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുഡ് തുടങ്ങും കേട്ടോ. ഇത് ഒരു തരം റൈസാണ് കേട്ടോ. ഇത് ഞാൻ കഴിച്ചു നോക്കി, കൊള്ളാം. ഈ ഒരു പ്രത്യേക രീതിയിലുള്ള റൈസാണ്, നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന റൈസ് അല്ലത്. ഞാൻ ആദ്യം വിചാരിച്ച് ബിരിയാണിയാണ് നല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളത് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം പേര് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഫുഡുകളാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പ്രത്യേകം ഏരിയയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് വെജാണ്. അപ്പം നിങ്ങൾ നോക്കി അതിനകത്ത് സമൂസ പോലെ, സമൂസയൊന്നും അല്ലത്, നണ്ടിയിരിക്കുന്ന സമൂസയാണ്. പക്ഷേ അത്തരത്തിലുള്ള പല പല കാര്യങ്ങളുണ്ട്. കുറച്ച് ആ ഒരു ഏരിയ തന്നെ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ടിക്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചാർക്കോൾ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ കാണാം. അതുപോലെ തന്നെ റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്രഷായിട്ടുള്ള റെഡ് മീറ്റ്. ആ റെഡ് മീറ്റ് കംപ്ലീറ്റ് ഗ്രില്ലുണ്ടാക്കുക കേട്ടോ. കംപ്ലീറ്റ് ഗ്രില്ല് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അത് കഴിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് അറബിക് ഫുഡിൻ്റെ പ്രത്യേക ഒരു ഏരിയയാണ്. അത് ഞാൻ സാധാരണ അറബിക് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. പക്ഷേ അറബിക് ഫുഡെല്ലാം നല്ല കിണ്ണമായിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയാൻ പറ്റും. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വെജ് മാത്രമായിട്ടുള്ള ഏരിയ. ഇവിടെ എനിക്ക് തണ്ടിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങയകത്ത് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ നല്ല രൂക്ഷമായ രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ, അത് ഫുൾ ചിക്കനാണ് കേട്ടോ. ഫുൾ ചിക്കനും അതുപോലെ വെജും ഒക്കെ തന്നെ ഇങ്ങനെ ഗ്രില്ലിലിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇത് മാത്രമല്ലല്ലോ, നമ്മൾ ഈ ഫുഡുകൾ മാത്രമല്ലല്ലോ, അല്ലാതുള്ള കാഴ്ചകളും ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ചെറിയ കോർട്ടുകളൊക്കെയാണ് അവർ കംപ്ലീറ്റ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ കാണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വശ്യത നമ്മളിൽ അനുഭവപ്പെടും. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദര കുട്ടന്മാരില്ലേ അവിടെ പാചകത്തിനൊക്കെ നിൽക്കുന്നവരെ കണ്ടോ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ പിസ്സ പോലുള്ള സാധനങ്ങളും ഫുഡുകളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലയും ബിരിയാണി റൈസും ഒക്കെ തന്നെ ഇവിടെ അവൈലബിളാണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കിഷ് മോഡലിലുള്ള, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ ഷവർമയാണെന്നല്ല. ഇത് നട്ട്സുകൾ, വെറൈറ്റി നട്ട്സുകൾ ചേർത്തിട്ട്, ഇത് ശരിക്കും മധുരമുള്ള സ്വീറ്റ്സുള്ള സാധനമാണ് കേട്ടോ. അത് പലതരത്തിലുള്ള നട്ട്സുകൾ മിക്സ് ചെയ്തിട്ട്
അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെക്കുന്നുണ്ട്. അത് നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സ്വീറ്റ്സിൻ്റെ ഏരിയയുമാണ്. വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഒരു 5% പോലും അല്ലെങ്കിൽ 2% പോലും എടുത്തില്ല, കണ്ടില്ല എന്നൊക്കെ തന്നെ പറയാം. അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു വലിയൊരു പാർട്ടിയിൽ ഇത്രയും ഫുഡുകളൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഏത് ഏരിയയിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ്, സ്വീറ്റ്സിന് സ്വീറ്റ്സ്, എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ഫില്ലാക്കി വെച്ചിരിക്കുക അവർ കേട്ടോ. ഇതെല്ലാം ഈ കാണുന്ന ഫുഡുകളെല്ലാം നമുക്ക് യഥേഷ്ടം കഴിക്കാവുന്നതാണ് കേട്ടോ. അൺലിമിറ്റഡായിട്ട് നമുക്ക് കഴിക്കാം. അതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ സ്വീറ്റ്സിൻ്റെ ഐറ്റംസ് കണ്ടോ. കുട്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യും കണ്ടോ. ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് സ്വീറ്റ്സുകളും ഒക്കെ നമുക്ക് കഴിക്കാനുള്ള സംഭവങ്ങളാണ്. ഇതെനിക്ക് തോന്നുന്നു ഹൽവയാണോ, എന്താണിത്, ഹൽവ പോലെ ഇരിക്കുന്നൊരു സംഭവം. നമ്മുടെ നാട്ടിലെ ഹൽവ. എവിടെയോ അതിൻ്റെ പേരും ഞാൻ കണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇതാണ് കുനാഫ. ഈ ഏരിയയിൽ നിങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കമ്പനിയുടെ പാർട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക ബർത്ത്ഡേ പാർട്ടികളോ അങ്ങനെയൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ മാത്രമായിട്ട് ഒരു പക്ഷേ 1, 2, 3 പേർക്കോ കൂടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാം. ഓൺലൈൻ വഴി നമുക്കിത് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. യഥേഷ്ടം ഇത്തരത്തിലുള്ള ഫുഡുകളും ഒക്കെ കഴിക്കുകയും അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഈ ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. കുറേ ബെല്ലി ഡാൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ കലാകാരന്മാരുടെ അറബിക് സ്റ്റൈലിലുള്ള കുറച്ച് പാട്ടുകളും കാര്യങ്ങളും അതും ഇതും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കാണുകയും ഒക്കെ തന്നെ ചെയ്യാം. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഞാൻ ഈ ഒരു വീഡിയോയിനകത്ത് മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് വാ. ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ട് വെച്ച ഫുഡുകൾ കൂടുതൽ ചാർക്കോൾ ഐറ്റംസാണ് ഞാൻ കൂടുതൽ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ കുറച്ച് സലാഡും. ഇത്ര മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റൈസ് നല്ല സൂപ്പർ റൈസായിരുന്നു കേട്ടോ. ഇതല്ലാതെ ഞാൻ വേറൊന്നും എടുത്തില്ല. നമ്മളിത് നല്ലപോലെ ആഹാരം കഴിക്കുന്ന ആൾക്കാർ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു 10 പ്ലേറ്റിൽ പല ഐറ്റംസ് എടുത്തുകൊണ്ട് വെച്ചാൽ തന്നെ എന്താ പറയുന്നത്, നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള ഫുഡുകളാണ് അവർ പല രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് തോന്നിയെന്ന് പറയുന്നത്, എന്തായാലും എൻ്റർടൈൻമെൻ്റ് എല്ലാം നമുക്ക് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ല. കാരണം ലൈവായിട്ട് അവരവിടെ ചെയ്ത മ്യൂസിക്കുകളും ഒക്കെയാണ്. ബെല്ലി ഡാൻസും ഉൾപ്പെടെ അവർ എന്തായാലും നമുക്ക് യൂട്യൂബിനകത്ത് ഒരു പോളിസി അനുസരിച്ച് എന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഡയറക്റ്റ് അവർ ചെയ്യുന്ന മ്യൂസിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. ആ രീതിയിൽ തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും.
ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപക്ഷെ ഇത് അറിയാത്ത ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഇത് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുബായിലേക്ക് വരുന്നവരായാലും വിസിറ്റിങ്ങിന് വരുന്നവരാണെങ്കിലും ഇവർക്കൊക്കെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഹായ്, നമസ്കാരം.